എൻ്റെ പേര് നിതീഷ് എന്നാണ്. ഞാൻ ഹൗസ് ബോട്ടിൽ ടെമ്പററി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ മുതുകത്ത് ചെറിയൊരു വിഷയമായിട്ട് വന്നതാണ് ഇവിടെ രാജേഷാൻ്റെ ഇടയ്ക്ക്. എന്തായാലും അടിപൊളിയായിട്ട് രാജേഷാൻ ചെയ്തു തന്നു, സൂപ്പറായിട്ട്. എനിക്കിപ്പോൾ ഫുള്ള് റിലാക്സേഷനായി, ശരീരം മുഴുവൻ രക്തയോട്ടം വരുന്നത് നമുക്കിപ്പോൾ ഫീൽ ചെയ്യാനറിയാം. എന്തായാലും രാജേഷാൻ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് നല്ല രീതിയിൽ എനിക്ക് മസാജ് ചെയ്തു. പല ആൾക്കാരും പോയിട്ടുണ്ടോ? പല ആൾക്കാരുടെ കയ്യിലും ഇതേപോലെ മസാജിന് പോയിട്ടുണ്ട്. പക്ഷേ രാജേഷൻ ചെയ്ത അത്രയും എഫക്റ്റീവായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ആ ക്ഷീണമൊന്ന് മാറാൻ സഹായിച്ചത് വളരെയധികം നന്ദി. പിന്നെ നമ്മുടെ കൂട്ടുകാരന് എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച തൈക്കാട്ടുശ്ശേരി അല്ലേ, ഞങ്ങൾ മുഹമ്മദ് സ്കൂളിൽ പഠിച്ചത്. അന്നേരം എൻ്റെ ഇന്നലെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ആശാനെ ഒന്ന് തിരുമണം. എവിടെയാണ് വീടറിയാം. എന്നാലും ഞാൻ വീട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചെന്നു രാഘവൻ്റെ കൂടെ. ഞാൻ ശരി എന്നാൽ വാ എന്ന് പറഞ്ഞു. അയാൾ റൈറ്റൊന്നും ചോദിച്ചില്ല. പക്ഷേ എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ. ഞാൻ വന്നു പറഞ്ഞു. അന്നേരം വന്നെന്ന് പറഞ്ഞ് മുതുവേനയാണ്. ഞാനിപ്പം മുമ്പ് ജിമ്മിൽ പോയിക്കൊണ്ടാണ്. ഇപ്പം ഇപ്പോൾ ഒരു സ്ഥലത്ത് കളരിൽ പോയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അത് കാരണം ഒന്ന് ശരീരം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക, ചവിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ബോഡി ഒന്ന് റിലാക്സ് ആകുകയാണെങ്കിൽ നമ്മൾ കളരിൽ പോയിട്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ശരീരമെല്ലാം നല്ലോണം വഴങ്ങും. അതിനാണ് നമ്മൾ ചവിട്ടി പിടിച്ച് നടക്കുന്നത്. ഈ ചവിട്ടി പിടിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കമുറ. ഇളക്കം എന്ന് പറയുമ്പോൾ അതാണ് ഭീമമുറ. അത് ചെയ്താലേ കളരിൽ പോയിട്ട് പഠിക്കാൻ പോയി തുടങ്ങിക്കഴിയുമ്പോൾ ഒരു 6 മാസമെങ്കിലും ആകുമ്പോൾ നമ്മളൊന്ന് ശരീരം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തോട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കളരിൽ വെച്ച് പഠിപ്പിക്കുന്ന ആശാന്മാരെ വേണം ഇത് ചെയ്തു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആരെയും കുറ്റം പറയുമൊന്നുമില്ല. വെച്ചാൽ ഈ പയ്യൻ വന്ന കാരണം എനിക്ക് പയ്യനോട് ഒരു അനുകമ്പ തോന്നി. അതുകാരണം ഞാൻ പറയും ഇവനെ കാശ് നോക്കണ്ട, നമ്മൾ ചെയ്ത് മാറ്റിത്തരാം. ഇപ്പോൾ ആര് വന്നാലും ശരി, തട്ടിയാലും മുട്ടിയാലും കൊട്ടിയാലും ശരി, നമുക്ക് മരണചികിത്സയിൽ കൊണ്ട് നമുക്കത് ഭേദമാക്കാം. ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ വന്നൊന്ന് ഒഴിയുവാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഒന്ന് പുഷ്ടിപ്പെടും. പുഷ്ടിപ്പെടുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്ര അസുഖം ഉണ്ടെന്നറിയാമോ? ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാൻ പറ്റില്ല. 4448 അസുഖങ്ങളുണ്ട്. മുടി നാരായ ഒരു അസുഖമാണ്. ചിലപ്പോൾ നമ്മുടെ മുടി നമ്മുടെ ശരീരം നിന്ന് പഠിക്കുവാണെങ്കിൽ ചോര വരും. അതൊരു അസുഖമല്ലേ? ഇപ്പോൾ എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉള്ളതിനാണ് ഷുഗർ, ഓർമ്മശക്തി, വയറ്റിന് മുകളിൽ ഗ്യാസ്, ചിക്കൻ കുനി വന്നിട്ടുള്ള ആൾക്കാർ. ഇപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ശരീരവേദന പോയി വിവറായി പോയി ഒരു ചെറിയ ഉപ്പ് മേടിച്ച് അടിക്കും എന്ന് കിടന്നുറങ്ങും. പിറ്റേ ദിവസം ഗതിയതല്ലേ? ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്ന കാര്യം അവർക്ക് മടിയാണെന്ന് എന്താ കാര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, 40 വയസ്സ് കഴിഞ്ഞാലേ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ വരുള്ളൂ. അല്ലാതെ ചെറുപ്പക്കാർക്കും വരാൻ മടിയാണ്. ഇത് ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ഇയാൾക്ക് 28 വയസ്സേ ഉള്ളൂ. അയാൾക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി അയാൾ വന്ന് കഴിഞ്ഞ് ഇപ്പോൾ ശരീരമെല്ലാം നല്ല സൂപ്പറായി. അത് കാരണം ഞാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായി. ഞാൻ 20 വർഷം റിയാദിലായിരുന്നു. പിന്നെ എൻ്റെ ആശാൻ എന്ന് പറഞ്ഞാൽ ചിങ്ങാനം കോട്ടയത്തുള്ള സാബു ഗുരുക്കളെന്ന് പറയും. അത് കാരണം ഞാനും ഇച്ചിരി വേലയെല്ലാം പഠിച്ചിട്ടുണ്ട്. എനിക്കൊരു ഈ തുമ്പുകളിലൊരു ആശാൻ ഉണ്ടായിരുന്നു, പേര് മിന്നൽ കാസിം എന്ന പുള്ളി. ഞാൻ ഇച്ചിരി കുസ്തിയെല്ലാം പഠിച്ചിട്ടുണ്ട്. കുസ്തി നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യ. പിന്നെ ഈ സംഗതി അറിയുമ്പോൾ ഇച്ചിരി വേല അറിയാതിരിക്കുള്ളൂ. അറിയാതെ ഈ പണിയൊന്നും ചെയ്യുകയുള്ളൂ. നോക്കി പഠിക്കാനുള്ള സംഗതിയൊന്നും അല്ല ഇത്. ഇത് എത്ര വർഷം പഠിച്ചാലും ശരി, ഇത് നമുക്ക് തീരുകയില്ല, പഠിച്ച് തീരുകയില്ല. അതിനു വേണ്ടി പഠിക്കാനുള്ളത്. അതാണ് ഈ ഭീമമുറ എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ വിചാരം ഒരാളെ എണ്ണ തേച്ചിട്ട് കൈ കൊണ്ട് തേക്കുന്നു, കാലുകൊണ്ട് തേക്കുന്നു. അത് ചെയ്യാൻ നേരത്ത് ഓരോ ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ച് ഇപ്പോൾ പ്രായ ആൾക്കാർക്ക് വേറെ, കുട്ടികൾക്ക് വേറെ, ചെറുപ്പക്കാരുടെ പിള്ളേർക്ക് വേറെ, അങ്ങനെല്ലാം തിരുമുന്ന രീതിയുണ്ട്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വരുന്ന ഷോൾഡർ തെറ്റി വരും, കഴുത്ത് തിരിയുന്നില്ല. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും മുട്ടുവേദനയ്ക്ക് വരും. പിന്നെ ഡിസ്ക് കംപ്ലൈൻറ്റ്, പിന്നെ ബാക്ക് പെയിൻ, അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട്. അത് കാരണം ആര് വന്നാലും ശരി, ഞാൻ ഓപ്പറേഷൻ അല്ലാത്ത കേസെല്ലാം ഞാനിങ്ങനെ നോക്കി ശരിയാക്കാമെന്നാണ് ശരിയാക്കിയത്. അല്ലാതെ ഞാൻ ശരിയാകുകയില്ല എന്ന് ഞാൻ പറഞ്ഞു വിടുകയില്ല. എന്നുവെച്ചാൽ
എൻ്റെ ജീവിതമാർഗമാണ്, വേറെ ജോലിയൊന്നുമില്ല. അത് കാരണം എല്ലാവരും എന്നെ സമീപിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കർക്കിടക ചികിത്സയുണ്ട്. ഇപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ 3, 7, 5, 9, 11, 14, 21 അങ്ങനെയാണ് എൻ്റെ കർക്കിടക ചികിത്സ. ഞാൻ കർക്കിടക ചികിത്സ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും കർക്കിടക ചികിത്സയുണ്ട്. എനിക്ക് ഒത്തിരി ബുക്കിങ്ങും ഉണ്ട്. ഒരുപാട് പേര് ദൂരത്തു നിന്നെല്ലാം എന്നെ ഫോൺ വിളിച്ചിട്ട് പറയും, ആശാനെ ഒരു 7 ദിവസം എനിക്ക് ചികിത്സ കാണും കേട്ടോ, അങ്ങനെ പോരാൻ പറയും. ഈ 7 ദിവസം ചെയ്യുമെന്ന് പറഞ്ഞാലേ ഒരു ദിവസം 3 മണിക്കൂറത്തെ പണിയാണ്. ഇച്ചിരി ജോലി കൂടുതലാണ്. നമ്മൾ ആര് വന്നാലും ശരി ചെയ്തു കൊടുക്കണ്ടേ. നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ, ഇപ്പം ചെയ്യാൻ നേരത്ത് ഒരാളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ അയാൾ പോയി 10 പേരൊക്കെ പറയണം എൻ്റെ വീട്ടിൽ ഒരാളെങ്കിലും വരും. അത് കാരണം എൻ്റെ വീട്ടിൽ കർക്കിടക ചികിത്സയുണ്ട്, എല്ലാവരും സമീപിക്കുക. എൻ്റെ പേര് രാജു വൈദ്യരി, ശ്രീഗോകുലം, ആലപ്പുഴ. നമ്മുടെ ആലപ്പുഴയാണെങ്കിൽ നമ്മുടെ ആശ്രമം ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് ഒരു ആശ്രമ സ്കൂളുണ്ട്, അവിടെയാണ് എൻ്റെ വീട്. ഫോൺ നമ്പർ 99 470 27 482. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ആൾക്കാർ വരിക. എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടം രാജുവാശാൻ്റെ അടുക്ക വന്ന് തിരുമണമെന്ന് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു വട്ടം വന്ന് തിരുമണം. ലൈഫ് സെറ്റാവും.